വെറും 2 ചേരുവ മാത്രം ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ ഇന്ന് ചെയ്തെടുക്കുന്നത്. സ്നാക്സ് കൊടുത്തു വിടാൻ മാത്രമല്ല, അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. വെറും 2 ചേരുവ മാത്രമേ ഉള്ളൂ ഇതിന്. അതന്നെയാണ് ഇതിന്റെ പ്രത്യേകത. എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാല്ലേ. ആദ്യം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനാണ് ഉള്ളത്. അപ്പൊ ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ 2 മുട്ടയിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1-2 പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ ഈ കൂട്ടിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഒഴിവാക്കാവുന്നതാണ്. നല്ല മധുരമുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ പഞ്ചസാര ഇതിലേക്ക് ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ. ഇത് മീഡിയം സൈസ് മധുരമുള്ള ഒരു നേന്ത്രപ്പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചേരുവ നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 1 നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. അത് വളരെ തിന്നായിട്ട് ഒരു 6 കഷ്ണങ്ങളായിട്ടാണ് എടുത്തേക്കുന്നത്. പഴം നമുക്ക് എത്ര കനം കുറച്ച് അരിയാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് തന്നെ നിങ്ങൾ അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ആണ് മൊത്തത്തിൽ ഞാൻ നെയ്യ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പഴം ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഈ ഒരു പാനിൽ തന്നെയാണ് എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ പാൻ മൊത്തം കവർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ നേന്ത്രപ്പഴം എടുത്തിട്ട് സൈഡിലൊക്കെ വെക്കാവുന്നതാണ്. ഇനി ഇത് ഒരു ഭാഗം നമ്മൾ ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുമല്ലോ. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗം കുറച്ചു നേരം ഒന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പഴം ഈ ചട്ടിയിൽ മുഴുവനായിട്ട് ഇങ്ങനെ കിടക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മളിതേ മുകളിലേക്കും താഴേക്കുമായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ വേണം ഇതൊന്ന് വെച്ചു കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴം കൂടെ എടുത്തിട്ട് ആ ഭാഗമൊക്കെ ഫില്ല് ചെയ്തിട്ട് നിറച്ചെടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചട്ടിയിൽ നെയ്യുണ്ടോ ഒന്നൊന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മുട്ട ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര എടുത്തേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ശരിക്കും അത്രയും ആവശ്യമില്ല, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. കാരണം പഴത്തിന്റെ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് മധുരം ചേർക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തികച്ചും മധുരം ഒഴിവാക്കാവുന്ന ഒന്നുകൂടാണ്. നമ്മൾ അടച്ചു വെച്ചിട്ട് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് നമ്മളൊന്ന് വിട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് അല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേ ഇതുപോലെ മറ്റേ പാൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇതിലേക്ക് ഫ്ലിപ്പ് ചെയ്തിടാം. നിങ്ങൾക്കിത് വേറെ പാൻ ഇതുപോലെ ഇല്ല എങ്കിൽ ഒരു ലിഡ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഈ പാനിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. കാരണം ഇതിൽ അവർക്ക് വേണ്ട മുട്ടയും പഴവും എല്ലാം ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ ഒരു സ്നാക്സിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ചിലരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഐറ്റം നിങ്ങൾ തയ്യാറാക്കി നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.